ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ആണ്. നിങ്ങൾ ഇങ്ങനെയുള്ളൊരു ഇലയിൽ അട ഉണ്ടാക്കിയിട്ടുണ്ടോയെന്ന് അറിയില്ല. പാലക്കാട് സൈഡിലൊക്കെ ഇങ്ങനെയുള്ള ഒരു ഇലയിലാണ് അട ഉണ്ടാക്കാറുള്ളത്. വാഴയിലയിലും ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ ഇത് വട്ടയില എന്ന് പറയും. അപ്പോൾ ഇവിടെയൊക്കെ നിറയെ ഉണ്ട്, എല്ലാ ഭാഗത്തും ഉണ്ടോയെന്നറിയില്ല. ഇത് അട ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ളൊരു ഇലയാണ്. അപ്പോൾ ഈ ഇല തേക്കിൻ്റെ ഇല പോലെ ഇരിക്കും, പക്ഷേ തേക്കിൻ്റെ ഇലയല്ല, അങ്ങനെയുള്ളൊരു ഇലയാണ്. പ്രത്യേകം മണമൊന്നുമില്ല. ഇതിലപ്പം ഉണ്ടാക്കിയ നല്ല അടിപൊളിയാട്ടോ, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമ്മുടെ അടുത്തുള്ളൊരു സ്ഥലത്ത് പോയിട്ട് പറിച്ചിട്ട് വന്നതാണ്. അപ്പോൾ നമ്മൾ പറിച്ചിട്ട് വന്നിട്ട് നമ്മൾ സാധാരണ അട ഉണ്ടാക്കുന്നത് പോലെയാണ് അട ഉണ്ടാക്കുന്നത്. പിന്നെ അരിമാവ് ഞാൻ ചൂടുവെള്ളത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. പിന്നെ വെല്ലവും തേങ്ങയും കൂടി മിക്സ് ചെയ്ത് അതും കൂടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത്തിരിയും കൂടി നൈസാക്കണം. ഞാൻ പരത്തിയപ്പോൾ ഇത്തിരി കട്ടിയായിട്ടോ. അങ്ങനെ ഇതാ എല്ലാം പരത്തി വേവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇലയട ഉണ്ടാക്കുമ്പം എടനയില പറഞ്ഞിട്ട് ഒരു ഇലയുണ്ട്, അത് നല്ല മണമാണ്. ഈ ഇലയ്ക്ക് പ്രത്യേക മണമൊന്നുമില്ല, എന്നാലും നല്ലതാട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഒരു ട്രിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു ട്രിപ്പും കൂടി പരത്തി എടുക്കുകയാണ് കേട്ടോ. നല്ല രീതിയിൽ തന്നെ നമുക്ക് പരത്തി ഇതിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. നല്ലതാട്ടോ, നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. ഇങ്ങനെയുള്ള ഇലയടകൾ ആവിയിൽ വെച്ചിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഇലകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇടയ്ക്കൊന്ന് ഉണ്ടാക്കി നോക്കണേ. പിന്നെ ഞാൻ കുറേയായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഒരുപാട് പ്രശ്നങ്ങളും ഹോസ്പിറ്റൽ കേസും അങ്ങനെയൊക്കെ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇനി ഞാൻ ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഈ സമയങ്ങളിലൊക്കെ എല്ലാവരും ഓണത്തിൻ്റെ തിരക്കൊക്കെ ആയിരിക്കും. ഓണസദ്യ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും, ഓണക്കോടി എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പം എല്ലാവരും നന്നായിട്ട് ഓണമൊക്കെ ആഘോഷിക്കുക. അപ്പോൾ പിന്നെ അടയൊക്കെ ഉണ്ടാക്കി. പിന്നെ ഇതാ ലഡുവും ജിലേബിയും കഴിക്കാൻ വേണ്ടിയിട്ടൊരാഗ്രഹം. അങ്ങനെ റിയാനെ കടയിൽ വിട്ടിട്ട് അത് വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം അതൊന്ന് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മുടെ അടയ്ക്ക് കുറച്ചും കൂടി തേങ്ങ വേണമായിരുന്നു, അതൊക്കെ ചിരണ്ടി അടയൊക്കെ ഉണ്ടാക്കി കേട്ടോ. ഇനി എനിക്ക് അരി ആട്ടാൻ വേണ്ടിയിട്ടുണ്ട്. 5 മണിക്കായി, എല്ലാവരും അടയൊക്കെ കഴിച്ചു. അപ്പം അരി അരയ്ക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ചിരണ്ട കേട്ടോ. അതൊക്കെ ചിരണ്ടി അരിയൊക്കെ ആട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങളിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. വീണ്ടും നല്ല നല്ല വീഡിയോകളായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബായ്.